ക്രിസ്തുവിലോ അള്ളയിലോ യേശുവിൽ വിശ്വസിക്കുന്നില്ലത് നിങ്ങളുടെ വയറിനെ നിങ്ങൾ ഭഗവാനാണ്. ഈ ഭഗവാനെ എങ്ങനെ പൂജിക്കണ്ടേ? ഞങ്ങൾ പൂജ കഴിച്ചല്ലേ. അപ്പം ഗുഡ് ആകാനായിട്ട് 3 നേരം, ബെറ്റർ ആകാനായിട്ട് 5 നേരം, ബെസ്റ്റ് ആകാനായിട്ട് എത്ര നേരം? 10 നേരം. 10 നേരം കഴിച്ച് നമ്മള് അല്ലെ ഒരു ആന ശരീരം. ഇപ്പൊ ജപ്പാനിലെ ചില മനുഷ്യരുണ്ട്, അവരുടെ തൂക്കം എത്രയാണെന്നറിയോ? 1200 അല്ലെ. ഇവര് തിന്നടിച്ച് 200 മുട്ട ഇതൊക്കെ കഴിച്ച് ഇവരൊരു വലിയൊരു ആന ശരീരമായിട്ട് അല്ലെ. ഇവര് വയറ്റില് ആ തടിയിൽ താഴെ ഇട്ടാൽ മതി, ഞാൻ ജയിക്കും. അതാണ് അതിന് ചോദിച്ചത് അല്ലെ. ഇന്ന് വല്ലാത്തൊരു കാലം നമ്മൾ നടക്കുന്നത്. അപ്പം ഞാൻ പറയും, നിങ്ങളുടെ ശരീരം കുരിശു പോലെ ഉപയോഗിക്കാം. എല്ലാ മതങ്ങളിലുള്ള ഒരു ഗോൾഡൻ ലോ ഉണ്ട്. അതിങ്ങനെയാണ്, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക. പറഞ്ഞേ, വാട്ട് യു വാണ്ട് ഫ്രം അതേഴ്സ് യു ഡു ടു ദം. എല്ലാ ഖുർആനിലുണ്ട് ഇതിന്റെ റെഫറൻസ്, ഭഗവത്ഗീതയിലുണ്ട്, ബൈബിളിലുണ്ട്. റൈറ്റ്. അപ്പം ഈ കൊണ്ട നിയമം നമ്മളോട് എന്താ പറയുന്നേ? ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക. അപ്പൊ നമ്മുടെ ശരീരം കുരിശു പോലെ ഉപയോഗിക്കുക. നെടുക്കുള്ള ഭാഗം നമ്മൾ ആരെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിക്കണം. കൈകളിലൂടെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ഐ ലവ് യു പറഞ്ഞാണോ? എങ്ങനെയാ സ്നേഹിക്കുന്നത്? ഐ ലവ് യു ഹാസ് സം മീനിങ് ഇൻ മൂവീസ്, ഇൻ പ്രാക്ടിക്കൽ ലൈഫ് ഇറ്റ് ഇസ് നോൺസെൻസ്. കേവലം നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹമെന്ന് അറിയാനായിട്ട് യു ക്യാൻ പ്രൂവ്, യു ക്യാൻ എക്സ്പെരിമെന്റ് ഇറ്റ്, how much service that person is available to you, right? Okay. അപ്പൊ സ്നേഹം. അപ്പൊ നമ്മുടെ ശരീരം എന്തിനായിട്ട് ഉപയോഗിക്കണം? ലവ് ഗോഡ് ആൻഡ് സെർവ് പീപ്പിൾ. പറഞ്ഞേ, ലവ് ഗോഡ്, സെർവ് പീപ്പിൾ. നടുക്ക് നിങ്ങളുടെ ഹൃദയത്തില് നിങ്ങളുടെ ദൈവത്തെ പ്രതിഷ്ഠിക്കുക. അപ്പം ക്രിസ്ത്യൻസ് ആണെങ്കിൽ സ്നേഹം, മുസ്ലിംസ് ആണെങ്കിൽ വിശ്വാസം, ഹിന്ദുക്കളാണെങ്കിൽ ധർമ്മ, നിഷ്കാമ കർമ്മ. അതെല്ലാം അടിച്ചേൽപ്പിക്കുക. വേറെ ഭഗവാന് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മധ്യപ്രദേശ് പ്രാക്ടിക്കലി. ഓക്കെ, റൈറ്റ്. എനിക്കറിയാം, മാർക്സിസ്റ്റ് നേതാവ്, പണ്ട് വലിയൊരു നേതാവായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ സയൻസ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നീ അവിടെ നോക്കി എനിക്ക് വിഷമാ, ഇവിടെ ഇരിക്കും. ഓക്കെ, നിന്നോടാ പറഞ്ഞു. അതെ. അപ്പം ഈ മാർക്സിസ്റ്റ് നേതാവ് ഇന്നൊരു 5 അനാഥശാല നടത്തുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് മതങ്ങളില്ല. ബട്ട് I don't think that he is atheist. അവൻ നിരീശ്വരവാദിയില്ല. Maybe charity can be his God, right? That's all. അല്ല, അപ്പൊ എന്തെങ്കിലും ദൈവങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക, അവരെ പൂജിക്കുക. റൈറ്റ്. മാനത്ത് വെച്ച് വെടിവെക്കരുത്. ഓക്കെ, റൈറ്റ്. ഇന്നൊരു വല്ലാത്ത കാലത്തോട് നമ്മൾ പോകുന്നത്. എന്റെ ഒരു കണ്ണു പോയാലും നിന്റെ 2 കണ്ണു കാണും. പണ്ടൊരു അച്ഛൻ ഒരു വിശ്വാസത്തോട് ഉപദേശിക്കുക, നിനക്ക് ഒരു വീട് കാണാനായിട്ട് നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ ശത്രുവിന് 2 വീടുണ്ടാകാൻ നീ പ്രാർത്ഥിക്കണം. അപ്പൊ ഈ വിശ്വാസി അച്ഛനോട് പറഞ്ഞേ, എന്റെ അച്ഛനോ എനിക്ക് എന്റെ ഒരു കണ്ണു പോയാൽ മതി. അപ്പൊ ശത്രുവിന്റെ 2 കണ്ണും പോയില്ലേ? സൂത്രക്കാരല്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ മധുരമുള്ള, ഏറ്റവും മധുരമുള്ള വസ്തു തേൻ. ഈ തേൻ 10 പേർക്ക് നമ്മൾ വായിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് അതില് 3 പേര് നമ്മള് തെറി പറഞ്ഞിട്ട് പറയും, നീ എന്റെ വായ ചീറ്റിയാക്കി. അല്ലെ? ഞങ്ങളുടെ സേവ സമാജ് ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രാക്ടിക്കൽ ടിപ്സ് ഉണ്ട്. സത്യം നുണ പറയരുത്, സത്യം എല്ലാവരും പറയരുത്. പിന്നെ എല്ലിന് പുറകെ പോകുന്ന പട്ടികളെ പോലെയുള്ള അവരെ കൂട്ടുകൂടരുത്. അവൻ കൂടുതൽ എലി കിട്ടിയാൽ നിന്നെ കടിച്ചു തൂങ്ങി കൂടുതൽ എല്ലി തരുന്നവരെ പുറകെ കൊടുക്കും. കൂടുതൽ പ്രാക്ടിക്കൽ ടിപ്സ് കേൾക്കാനായിട്ട് ഞങ്ങളുടെ സേവാ സമാജ് ഫേസ്ബുക്കിൽ പോവാം. ഓക്കെ, നമുക്ക് പരിപാടി തുടങ്ങാം. എങ്ങനെ 3 വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഒന്ന്,
മനുഷ്യനും മൃഗം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഡിബേറ്റ് ചെയ്യാൻ പോവാം. ഞാൻ മൃഗത്തിന് സപ്പോർട്ട് ചെയ്യും, നിങ്ങള് മനുഷ്യന്മാരെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നവര് ജഡ്ജസ്. കാരണം പുറകിലുള്ളവർ പോയി കഴിഞ്ഞാൽ അവര് കൈമണി മേടിച്ചിരിച്ചിട്ട് കാറ് വയ്ക്കും. സോ നിങ്ങൾ കൈമണി മേടിക്കുന്നുള്ള വിശ്വാസത്തില് ഐ ട്രസ്റ്റ് യു, ഡോണ്ട് ചീറ്റ് മീ, റൈറ്റ്? തമ്മിലുള്ള വ്യത്യാസം കൈ ഉയർത്തി പറയാം. ഓക്കെ, മനുഷ്യൻ 2 കാലിൽ നടക്കുമ്പോൾ മൃഗം 4 കാലില്, അല്ലെ? പക്ഷെ നമ്മൾ കുതിച്ചു കഴിഞ്ഞാൽ ചില അമ്മാവന്മാർ 4 കാലിൽ പാമ്പായിട്ട് അറിയും. എന്നാൽ നമ്മൾ അവന് മൂലിന്ന് വിളിക്കുമോ? മനുഷ്യനുള്ളൊരു പരിഗണനയുണ്ട്, അല്ലെ? റൈറ്റ്. പിന്നെ ചിലപ്പോൾ വാല്, മൃഗത്തിന് വാലുണ്ട്, മനുഷ്യർക്ക് വാലില്ല. അങ്ങനെയാണെങ്കിൽ ഡോബർമെന്റ് വാലുണ്ട്, അല്ലെ? ഡോബർമെന്റ് പട്ടികളെല്ലാം മനുഷ്യരാണെന്നല്ലേ? അല്ലേ? ലോജിക്കലി എപ്പോ പറയും മനുഷ്യര്? ഇപ്പൊ നിങ്ങൾ ഈ യൂണിഫോം ഒരു പട്ടിക്കോ പറഞ്ഞടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡന്റ് എന്ന് പറയാൻ പറ്റും. അപ്പം കോട്ടിലാണ് കാര്യിരിക്കുന്നത്, കയ്യൂർ പറയാം എന്തിനാ കാര്യിരിക്കുന്നേ? ഏത് മൈൻഡാണ്. എന്താണ് മനുഷ്യന് ബുദ്ധിയുണ്ട്, അല്ലേ? ഇപ്പൊ നമ്മള് കൈയ്യാണ് വഴിതെറ്റിക്കരുത്, അല്ലെ? ചില ക്ലാസ്സുകള് നാട്ടിൽ നിന്ന് താഴെ പെയിന്റ് വയ്ക്കും. എനിക്ക് അതിശയം തോന്നി. ഞാൻ കഴിഞ്ഞ ആഴ്ച സെന്റ് ഫിലോമിന സ്കൂൾ പൂർണ്ണമായും ക്ലാസ് എടുത്തു. ഗ്രൗണ്ടില് പിള്ളേർക്ക് ഇരിക്കാൻ മണലായിട്ടാണ് അവർ നിന്ന ക്ലാസ് ഉണ്ട്. എന്നിട്ട് നോക്കുമ്പോൾ ഒരു പെൺകുച്ചിന്റെ മുകളിൽ പറന്ന് നടന്നൊരു കാക്ക ഷൂട്ട് ചെയ്തു. ഞാൻ ചോദിച്ചു, അത് നമ്മൾ നിങ്ങൾ ചെയ്തിട്ട് ഈ കൊച്ചെ കാക്കയ്ക്ക് ഒന്നും തെറ്റിയില്ല. സാധാരണ മരത്തിന്റെ മുകളിൽ ഇത് ചെയ്യും, പക്ഷെ പറന്ന് നടന്ന് ഷൂട്ട് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. നമ്മളിപ്പോ ഒരു കാക്കിന് നടത്തുന്നത് പെയിന്റ് അടിക്കാൻ വെക്കുക, റൈറ്റ്? നമ്മള് കുഞ്ഞാനായിട്ട് കല്ലെടുക്കുന്നതിന് മുമ്പ് കാക്ക പറന്നു പോകും. നമ്മുടെ കയ്യിലെ കല്ല് കണ്ടിട്ടല്ലേ കാക്ക പറന്നു പോകുന്നത്? നമ്മൾ മനസ്സിൽ കാണുന്നത് കാക്ക. അതെ, അപ്പൊ ആർക്കാ ബുദ്ധി? നമുക്കാണോ അവർക്കാണോ? നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ മോർ കാൽക്കുലേറ്റ് ചെയ്യും. ഈ ശാസ്ത്രം കുറിച്ച് കേട്ടിട്ടുണ്ടോ? വളർത്തിയ മൃഗം. ഇപ്പം നിങ്ങളിപ്പോ മനുഷ്യരായിട്ട് ഇവിടെ സമൂഹത്തിൽ നിന്ന് കഴിഞ്ഞാൽ നേരെ പിടിച്ചെഴുന്നേക്കണം, പല്ല് തേക്കണം, മുടി ചീകം, ഡ്രസ്സുകളും. ടാസിന് ചീകാൻ മുടിയില്ല, ബ്രഷില്ല, ഡ്രസ്സില്ല, പറയുന്ന കൂടെ നമുക്ക് ചെയ്യാം. നമ്മൾ മനുഷ്യരായിട്ട് ഇവിടെ ജീവിക്കുകയും നമുക്ക് പണി കിട്ടും. അപ്പം ഷോർട്ട് ആൻഡ് സ്വീറ്റ് ലൈഫ് ഇൻ ജംഗിൾ വിത്ത് monkeys. Are you ready? No. അമ്മ പറ, ഞങ്ങൾ മനുഷ്യർ, അഭിമാനികളായ മനുഷ്യർ, ഞങ്ങൾക്ക് തയ്യാറിലേക്ക് കാര്യം പറ. ഞങ്ങൾ അഭിമാനമുള്ള മനുഷ്യര് പറ. മനുഷ്യര് എന്തിനാ അഭിമാനം? ഓക്കെ, ഇപ്പൊ നമ്മൾ പറയും നമ്മൾ വലിയ വലിയ ബംഗ്ലാവുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മുടെ മനുഷ്യന്റെ കഴിവ് നോക്കി അത് വെച്ച് നമ്മൾ വലിയ ബംഗ്ലാവുകൾ ഉണ്ടാകുമ്പോൾ ചെറിയ കിളികള്, കാക്കകളുടെ കൂടല്ല, കാക്കകളുടെ കൂട് വെച്ച് കഴിഞ്ഞാൽ കാക്ക കിട്ടുന്ന കപ്പട വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ചെറിയ കിളികള് റൗണ്ട് ഷേപ്പിൽ ചെറിയ പൊത്തായിട്ട് ഈ കൂടുണ്ടാകും. നമുക്ക് പറ്റുമോ? ഇല്ല. ഞാനതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ സയൻസ് എക്സിബിഷൻ ഒക്കെ പറഞ്ഞ് നിങ്ങൾ സ്റ്റൈൽ ആകുന്നുണ്ട്, പേപ്പറിലൊക്കെ വരും. ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. നാളെ നിങ്ങൾ വരുമ്പം 1/2 ലിറ്റർ തേൻ മൂക്കിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരും. പറ്റുമോ? അതായത് തേൻ മേടിച്ചുകൊണ്ട, പക്ഷെ പൂക്കളിൽ നിന്ന് കളക്ട് ചെയ്ത് നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മളെക്കാളും ഇപ്പൊ നമ്മള് ഈ ബോംബ് സ്ക്വാഡ് റെയിൽവേ സ്റ്റേഷനില് വലിയൊരു ബോംബ് സ്ക്വാഡ് എന്ന് പറഞ്ഞ കുറെ പേര് നടക്കും. പക്ഷെ ഈ സ്ക്വാഡിന്റെ ഓഫീസർ ആരാന്നറിയോ? ഒരു നായ പട്ടിയായിരിക്കും, അല്ലെ? ഈ നായയുടെ വാലും പിടിച്ചിട്ടാണ് സ്റ്റാർ വെച്ച സാറന്മാര്. അവരുടെ മെയിൻ ഓഫീസർ പട്ടിയാണ്.
ജയിച്ചിരിക്കുന്നത്? മൈ ജഡ്ജസ്, ആനിമൽസ് ഓർ ഹ്യൂമൻസ്? Animals, right? So, are you ready? താമസിക്കാൻ കാട്ടിപ്പോകാൻ റെഡിയാണോ? സിസ്റ്റർ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് വണ്ടികൾ നമുക്ക് നമ്മുടെ ഇവിടെ അടുത്ത് കാണുന്നത് ഓക്കെ അവിടേക്ക് പോയി നമുക്ക് ചേരാം. മനുഷ്യനും മൃഗം തമ്മിലുള്ള വ്യത്യാസം ഡോക്ടർ ചിലർ പറയും ബുദ്ധിയൊക്കെ കഴിഞ്ഞു വരും. ചിലർ പറയും മനുഷ്യൻ സമൂഹ ജീവിയാണ്, അല്ലെ? പണ്ട് ആണുങ്ങൾ തുടങ്ങി ലയൺസ് ക്ലബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ബീച്ച് ക്ലബ് എന്ന് പറഞ്ഞ് ടൈറ്റിൽ വെച്ച് പൈസ കളക്ട് ചെയ്ത് 3-star 5-star ഹോട്ടലില് ഞെട്ടും പാർട്ടി പരിപാടിയാണ്. ഇപ്പൊ പെണ്ണുങ്ങൾ തുടങ്ങി ലയൺസ് ക്ലബ്, സിംഹികളുടെ പേരില് സെയിം ബിസിനസ്. അതാണോ സംഭവിച്ചത്? നിങ്ങളൊരു കാക്കയുടെ കല്ലെന്ന് നോക്കി എന്താ പറഞ്ഞു പോകില്ല. അതുപോലെ വേഗം അതിന്റെ സൈഡിലൂടെ പോയാൽ കാക്ക അവിടെ നിന്ന് അലമ്പാക്കി മറ്റേ കാക്കകൾ വിളിച്ച് നിന്റെ പരിപ്പ് കൊടുക്കും, നിന്റെ പുതിയൊക്കെ പൊട്ടിപ്പൊറിച്ച് പിന്നെ നീ അവിടെ ഒരു വർഷം ഹെൽമെറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നിനക്ക് നഷ്ടമാണ്. അപ്പൊ ആരാ സമൂഹി? നമ്മളാണ്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം കോഴിക്കോട് ബസ് സ്റ്റാൻഡില് 3 ദിവസം മൂടിപ്പോച്ച് കിടന്ന ഒരു ചേട്ടൻ മണം വന്നപ്പോഴാണ് അറിയുന്നത് ആ ചേട്ടൻ വടിയായിട്ട് 3 ദിവസമായി. അപ്പം ആരാ ശരിക്കും സമൂഹജീവി? നമ്മളാണ്. നമ്മളിപ്പോ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിൽ പോയി ചോദിക്കുമോ ചേട്ടാ എങ്ങോട്ടാ പോണ്ടേ ചോദിക്കും. കാക്കല്ല വിളിക്കരുത്. ഫീലിംഗ്, മനുഷ്യർക്ക് ഭയങ്കര ഫീലിംഗ് ഉണ്ട്. ഇപ്പൊ പണ്ട് 2 മണിക്കൂർ പരിപാടിയായിരുന്നു കല്യാണം. ഓക്കെ, 1 മണിക്കൂർ താലി കെട്ട അമ്പലത്തില് മോസ്കില്, ഓക്കെ, 1 മണിക്കൂർ ജംജം. ഇപ്പം 2 ദിവസം കല്യാണം, 1 ആഴ്ച കല്യാണം, 10 ദിവസം കല്യാണം, 1 മാസം കല്യാണം. ഈ കല്യാണം ഭയങ്കര ഘോഷായിട്ട് നടത്തി മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പിള്ളേരെ പെരുവഴിയിലിട്ട് 2ാം കല്യാണം 3ാം കല്യാണമായിട്ട് നടക്കാൻ അപ്പുറം വരും. നിങ്ങള് 1 കിലോ തൂക്കമുള്ള ഒരു പെടക്കോഴിന് പോയി മെച്ചത്തേരിയെ ഈ പെടക്കോഴി 10 കുഞ്ഞുങ്ങളെ നോക്കി നടത്താം. എന്താ സംഭവിക്കുക? പെടക്കോഴി കുറെ ക്ഷമിക്കും, പിന്നെ പെടക്കോഴി ഒരു വരവ് വരും. 100 കിലോളം നിന്നെ ഓടിക്കും. ഈ ചില യൂട്യൂബില് കണ്ടിട്ടില്ലേ, ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ട് പെടക്കോഴി അല്ലെ പൊട്ടി മൂക്കം പാത്രമൊക്കെ ഓടിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ ആരെ ഫീലിംഗ്? റിയലിസ്റ്റിക്, ഒറിജിനൽ, മനുഷ്യന്റെ മൃഗത്തില്ല, ആനിമൽസ്. ഇപ്പൊ ആരെ ജയിച്ചിരിക്കുന്നത്? ജഡ്ജസ്, ആനിമൽസ്. അപ്പം കാട്ടിൽ ക്ലാസ് അങ്ങനെ എനിക്ക് എന്നോട് പറ, ഞങ്ങൾ അഭിമാനമുള്ള മനുഷ്യരുണ്ട്. ഇപ്പം ICSE, CBSE, സ്റ്റേറ്റ്, ഓക്കെ, ഞങ്ങളുടെ സ്കൂള് ICSE മേലെയാ. ഞങ്ങളുടെ സ്കൂൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ക്ലാസ്സുകാരെ ഉത്ഭവമുണ്ട്. മനുഷ്യർക്ക് പാറ വയ്ക്കുന്നു, മനുഷ്യർക്ക് കൊടുക്കാൻ എന്തായാലും ടീച്ചേഴ്സ്, you can compliment science teachers. Anybody? Okay. ഇപ്പം സുനാമി, ഇപ്പൊ നമ്മുടെ ടെക്നോളജി ഭയങ്കരമായിട്ട് വളർന്നു അല്ലെ? സുനാമി വരുന്നതിന് മുമ്പ് അവളകള് പ്രത്യേക സ്വരം ഉണ്ടാക്കി. ഇപ്പം വയനാട്ടില് മണ്ണിടിച്ചിൽ വന്നപ്പോൾ ഒരു ആനയോ ഒരു മൃഗമോ കാട്ടുമൃഗമോ അവിടെ മണ്ണ് മാന്തിപ്പോൾ കണ്ടെടുത്തില്ല അവരുടെ ശരീരം. കാരണം മൃഗങ്ങൾ more technology so that they realize there is accident and they move away. Yes or no? Anything, last 1 point. മനുഷ്യനും മൃഗം തമ്മിലുള്ള വ്യത്യാസം. ഞാൻ സാധാരണ അങ്ങനെ പോകാറുണ്ട്. ഓക്കെ, മനുഷ്യനും മൃഗം തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യന്മാർക്ക് പഠിക്കാം.
ഞാൻ പറഞ്ഞു, അത് ഞാൻ അവസാനം പറയാം. നിങ്ങളുടെ സ്കൂളിലും വലിയ സ്കൂളിലാണ് ഞാൻ പറയാം. റൈറ്റ്. മനുഷ്യനും